How are you? താങ്കൾക്ക് സുഖമാണോ? ഇപ്പോൾ ഈ കേട്ടത് സാംസങ് S24 അൾട്രയുടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒന്നുമല്ല. ദേ മോട്ടറോള എഡ്ജ് നിയോ 40 എന്ന് പറയുന്ന ഫോണിനകത്ത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി കേട്ട സൗണ്ടാണിത്. ഓർക്ക് S24 അൾട്രയിൽ ഇത്തരത്തിൽ മലയാളം സപ്പോർട്ട് ചെയ്യില്ല. എന്തായാലും നമുക്ക് S24 അൾട്രയും S23 അൾട്രയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഇവിടെ എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത് 2023 പുറത്തിറങ്ങിയ സാംസങ് ഗാലക്സി S23 അൾട്രയും വലത് കയ്യിലിരിക്കുന്നത് ഈ 2024 പുറത്തിറങ്ങിയ S24 അൾട്രയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. S23 അൾട്രയുടെ സൈഡ് കണ്ടില്ലേ, ബാക്കിലെ എഡ്ജസും കർവ്ഡ് ആയിരുന്നു. എന്നാൽ S24 അൾട്രയിലേക്ക് വരുമ്പോൾ ഈ ബാക്ക് എഡ്ജസ് ഷാർപ്പായി കുറച്ച് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴും S23 അൾട്രയുടെ ഡിസ്പ്ലേക്ക് സൈഡിലുള്ള രണ്ട് വശങ്ങൾ ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. എന്നാൽ S24 അൾട്രയിലേക്ക് വരുമ്പോൾ അത്തരം ഒരു കർവ്ഡ് ഡിസ്പ്ലേ മാറ്റി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് S23 അൾട്ര ബാക്കിൽ നിന്ന് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ ആ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെയും ഒരു സുഖമുണ്ടായിരുന്നു. ഡിസ്പ്ലേയും കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഒരു സുഖമുണ്ടായിരുന്നു. എന്നാൽ S24 അൾട്ര ബാക്കും ഡിസ്പ്ലേയും ഫ്ലാറ്റ് ആക്കിയതോടുകൂടി തന്നെ നമുക്കൊരു ബോക്സി ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. ആ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ത് തന്നെയാലും S23 അൾട്രയ്ക്ക് തന്നെയാണ് ഡിസൈൻ വൈസ് ഉള്ളത്. ഇപ്പോൾ S24 അൾട്ര കാണുമ്പോൾ സാംസങ്ങിന്റെ മുൻകാല നിർത്തിപ്പോയ ഒരു സീരീസ് ഉണ്ടായിരുന്നു, നോട്ട് സീരീസ്. ആ ഒരു നോട്ട് സീരീസിലേക്ക് വീണ്ടും എത്തിച്ചേർന്ന പോലുള്ള ഒരു ഡിസൈൻ ആണ് തോന്നുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും S സീരീസിൽ നിന്നൊരു നോട്ട് സീരീസിലേക്കുള്ള ഒരു മൈഗ്രേഷൻ പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു S24 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ഇത്തവണ S23 അൾട്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ അലുമിനിയം ഫ്രെയിം മാറ്റി ഇവിടെ ടൈറ്റാനിയം ഫ്രെയിം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ iPhone 15 സീരീസിലൊക്കെ ഇത്തരത്തിൽ ടൈറ്റാനിയം ഫ്രെയിം ഒക്കെ വന്നപ്പോൾ ഏകദേശം 20 ഗ്രാമോളം വെയിറ്റ് ഫോണിന് കുറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ടൈറ്റാനിയം ഫ്രെയിം വന്നിട്ടും S24 അൾട്രയുടെ വെയിറ്റ് താരതമ്യേന S23 അൾട്രയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 2 ഗ്രാമിന്റെ കുറവ് മാത്രമേ S23 അൾട്രയിൽ നിന്ന് S24 അൾട്രയിലേക്ക് വന്നപ്പോൾ വെയിറ്റിൽ കുറവായി വന്നിട്ടുള്ളൂ. ഈ ഒരു ബോക്സി ഡിസൈൻ കൂടി നൽകുന്നതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ പിടിക്കാനുള്ള ഒരു സുഖം എന്ത് തന്നെയാലും S23 അൾട്രയ്ക്കാണ് ബെറ്റർ. S24 അൾട്ര കയ്യിൽ ഹോൾഡ് ചെയ്യാൻ അത്രയും ഒരു പെർഫെക്ഷൻ ഇല്ല. സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈ എഡ്ജസ് ഫ്ലാറ്റ് ആക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, ഇതിന്റെ ഒരു വിഡ്ത്ത് ഒരു അല്പം കൂടുതൽ S24 അൾട്രയ്ക്ക് ഉള്ളത് പോലെ ഫീൽ ചെയ്യും. മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മുകളിൽ S24 അൾട്രയിൽ 2 മൈക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഏകദേശമൊക്കെ എല്ലാ കാര്യങ്ങളും സെയിം ഡിറ്റോ രീതിയാണ്. അതുപോലെ ഡിസൈൻ വൈസിൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് S23 അൾട്രയുടെ ഈ ഒരു സ്റ്റൈലസിന്റെ എഡ്ജ് കണ്ടില്ല, അത് ഒത്തിരി ഒന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ S24 അൾട്രയിൽ അതും ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ട് ഫോണുകളുടെയും സ്റ്റൈലസിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. നമുക്ക് S23 അൾട്രയുടെ സ്റ്റൈലസ് S24 അൾട്രയിൽ ഉപയോഗിക്കാനൊക്കെ സാധിക്കും. പക്ഷേ നമ്മൾ S24 അൾട്രയുടെ സ്റ്റൈലസ് എടുത്ത് S23 അൾട്രയിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുഴപ്പമില്ലാതെ ഇരിക്കും. എന്നാൽ S23 അൾട്രയുടെ സ്റ്റൈലസ് എടുത്ത് S24ലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആകുന്നില്ല. കണ്ടില്ലേ, S23 അൾട്രയിലെ കർവ്ഡ് ഡിസ്പ്ലേ S24 അൾട്രയിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും നമുക്ക് വീഡിയോ വ്യൂയിങ് ഒക്കെ കുറച്ചുകൂടെ ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി S23 അൾട്ര ആയിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഇവിടെ S24 അൾട്ര ഇത്തരത്തിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഗെയിമേഴ്സിന് കുറച്ചുകൂടെ ബെറ്റർ ആണ്. എപ്പോഴും ഗെയിം കളിക്കാൻ കർവ്ഡ് ഡിസ്പ്ലേക്കാളും ഗെയിമേഴ്സ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. പക്ഷേ സാംസങ് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് S പെൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തവണ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയത് എന്നാണ്. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള S23 അൾട്രയിൽ ഞാൻ നിരവധി നോട്ടുകൾ ഈ ഒരു സ്റ്റൈലസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് പറയുന്നത് S23 അൾട്രയിൽ വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമറിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇപ്പോൾ S24 അൾട്രയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ ബ്രൈറ്റ്നസ് S23 അൾട്രയെക്കാളും കുറച്ചുകൂടി പീക്ക് ബ്രൈറ്റ്നസ് S24 അൾട്രയിൽ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഇത്തരത്തിൽ ഈ ഒരു ബ്രൈറ്റ്നസ് സ്ലൈഡർ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മാക്സിമം ബ്രൈറ്റ്നസിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് സ്മാർട്ട് ഫോണുകളും ഒരുപോലെ തോന്നുമെങ്കിലും കുറച്ചുകൂടി ഒരു ബ്രൈറ്റർ ഫീൽ നമുക്ക് എന്ത് തന്നെയാലും S24 അൾട്ര നൽകുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1750 നിറ്റ്സ് ആയിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ അത് 2600 നിറ്റ്സ് ആയിട്ട് ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത OnePlusന്റെ OnePlus 12 എന്ന് പറയുന്ന ഫോണുണ്ട്. ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ള വെച്ച് ഏറ്റവും പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സ്മാർട്ട് ഫോണായി മാറിയത് 4500 നിറ്റ്സ് ആണ് അതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിലും നമുക്ക് അത് അത്രയും പെട്ടെന്ന് ഒരു വിസിബിൾ അല്ല. സാധാരണ രീതിയിൽ ഇങ്ങനെ ഈ
ഒരു ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴൊന്നും ആ ഒരു 2600 നിറ്റ്സിൽ എത്തില്ല. നമ്മൾ HDR കണ്ടന്റ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടുകളായിരിക്കും ഈ പറയുന്ന 2600 നിറ്റ്സ് അല്ലെങ്കിൽ OnePlus 12ന്റെ കേസിലായാലും 4500 നിറ്റ്സിൽ കാണുക. അതുപോലെ തന്നെ ഈ രണ്ട് ഫോണുകൾ ഇപ്പോൾ എൻ്റെ ഇടത് കയ്യിലിരിക്കുന്ന S23 അൾട്രയും ഇത് S24 അൾട്രയുമാണ്. അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെയും ഫ്ലിക്കറിങ് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാലും S23 അൾട്ര കണ്ടില്ലേ ബ്രൈറ്റ്നസ് ഒക്കെ കുറയുന്ന അവസരങ്ങളിൽ കൂടുതലായിട്ട് ഫ്ലിക്കർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ S24 അൾട്ര അത്ര ഫ്ലിക്കർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചുകൂടി കണ്ണിന് ആയാസം കുറവ് S24 അൾട്രയുടെ ഡിസ്പ്ലേ തന്നെയാണ്. പേപ്പറിൽ എഴുതിയാൽ മറ്റ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ S24 അൾട്രയിൽ അപ്ഗ്രേഡ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ S24 അൾട്രയ്ക്ക് കൊടുത്തത് കൊണ്ട് വളരെ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് മൊബൈൽ ഷോപ്പൊക്കെ നടത്തുന്നവർ. കാരണം അവർക്ക് ഇനി ഈ ഒരു ടാമ്പേഡ് ഗ്ലാസ് ഒക്കെ ഒട്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. നേരത്തെ S23 അൾട്ര കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മൾ അഥവാ പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിച്ചാലും അത് അവിടെ നിൽക്കില്ല. ഇപ്പോൾ വൃത്തിയായിട്ട് പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിക്കാം. പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ 2023 S23 അൾട്രയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസർ കൊടുത്തിരുന്നുവെങ്കിൽ S24 അൾട്രയിൽ 2024 ഏറ്റവും ടോപ്പ് പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വരെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രോസസർ തന്നെയാണ് എന്തായാലും S24 അൾട്രയിൽ നൽകിയിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രോസസർ. ഞാനിവിടെ AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ S23 അൾട്രയ്ക്ക് വന്നിട്ട് ഇതുപോലെ 14,24,270 S24 അൾട്രയ്ക്ക് വന്നിട്ട് 15,03,969 അപ്പോൾ ഏകദേശം ആ ഒരു സ്കോറിങ്ങിനകത്ത് 1,00,000 ഒരു കൂടുതൽ S24 അൾട്രയ്ക്കുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 വരുന്ന പ്രോസസറിൽ നമുക്ക് 22 ലക്ഷം വരെ AnTuTu സ്കോർ ഇപ്പോൾ ROG 8 എന്ന് പറയുന്ന ഫോൺ സമ്മാനിക്കുന്നുണ്ട്. 21 ലക്ഷം AnTuTu സ്കോർ IQ 12 സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷം റേഞ്ചാണ് S24 അൾട്രയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പം S24 അൾട്രയാണ്. ഇതിനകത്ത് നമുക്ക് സ്മൂത്തിൽ 90 FPS ആണ് മാക്സിമം സെറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നും പറയാനില്ല, വേറൊരു ലെവൽ തന്നെയാണ്. ഇതിലും മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. 90 FPS, ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഒരു തരത്തിലുള്ള ലാഗും ഫീൽ ചെയ്യുന്നില്ല, ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതുപോലെ നമ്മൾ ഈ ഫോണുകളുടെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നോക്കി. ഇതിപ്പോൾ S23 അൾട്രയാണ്. ഇതിന്റെ ത്രോട്ട്ലിംഗ് നോക്കി ഒരുപാട് ബ്ലഡ് കോരി ഒഴിച്ച കണക്ക് ഇങ്ങനെ റെഡ് കളറിൽ ഈ ഒരു ഫോൺ ത്രോട്ടിൽ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് കാണാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 58% ത്രോട്ട്ലിംഗ് ആണ് ഈ ഒരു S23 അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ S24 അൾട്രയുടെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഭയങ്കര ഇംപ്രൂവ്മെന്റ് എന്ന് ആ ഒരു ത്രോട്ട്ലിംഗിൽ കാണുന്നില്ല. ഇതിനകത്തും ആ റെഡ് കളർ കണ്ടില്ല, ഇങ്ങനെ ഒരുപാട് ത്രോട്ട്ലിംഗ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഇത് 60% ആണ് ഇതിന്റെ ത്രോട്ട്ലിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ 58 ആയിരുന്ന S23 അൾട്രയിൽ നിന്ന് ഇത് 60% ത്രോട്ട്ലിംഗ് എന്ന ഒരു 2% ഒരു ഇംപ്രൂവ്മെന്റ് ആണ് S24 അൾട്രയ്ക്ക് കാണുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ OnePlus 12 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ ത്രോട്ട്ലിംഗ് നമ്മൾ നോക്കി. ഈ ഗ്രാഫ് നോക്കി, ഒരു റെഡ് ലൈൻ പോലും ഇതിനകത്ത് കാണിക്കുന്നുമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, നോ CPU തെർമൽ ത്രോട്ട്ലിംഗ് ഡിറ്റക്റ്റഡ് എന്ന് വെച്ചാൽ ഈ പെർഫോമൻസിനകത്ത് S24 അൾട്രയിലും ഈ പറയുന്ന OnePlus 12ലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസർ ആണെങ്കിലും ബെറ്റർ ആയിട്ട് അത് എഫിഷ്യൻ്റായി പെർഫോം ചെയ്യുന്നത് OnePlus 12ലാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. S24 അൾട്രയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പെർഫോമൻസിന് വേണ്ടിയിട്ടല്ല ആ ഒരു പ്രോസസർ വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് S24 അൾട്രയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ S23 അൾട്രയിലാണ് കളിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നേരത്തെ കണക്ക് ഗ്രാഫിക്സ് സ്മൂത്തും ഫ്രെയിം റേറ്റ് 90 FPS-ലും കളിക്കാൻ പറ്റുന്നുണ്ട്. വലിയ വ്യത്യാസം ഇത് തമ്മിൽ ഇല്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സെറ്റിങ്ങിനകത്ത് ഈ ട്രിഗർ വന്നിരിക്കുന്നത് എഡ്ജ് ഭാഗത്താണ്. അപ്പം എനിക്ക് ചെറിയ 2-3 ഗോസ്റ്റ് ടച്ച് ഫീൽ ഇടയ്ക്കുണ്ടായി S23 അൾട്രയിലും. ഗെയിമിംഗ് ഓൾമോസ്റ്റ് രണ്ടും സെയിം തന്നെയാണ്. മറ്റേത് കുറച്ച് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഗെയിമിങ്ങിന് ഒരു കുറച്ചുകൂടി മുൻതൂക്കം അതിനകത്തുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് സമയം ഒന്ന് ഗെയിം കളിച്ചപ്പോൾ ഇത് ചെറുതായിട്ട് ഫോൺ ചൂടാവുന്നുണ്ട്. എത്രത്തോളം ടെമ്പറേച്ചർ ഇത് ചൂടാവുന്നുണ്ടെന്ന് കൂടി നമുക്ക് നോക്കാം. 39.6, 39.8, 42.2, 42.4. ഡിസ്പ്ലേ ഏരിയയിലേക്ക് വരുമ്പോൾ 42.5 ആണ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ. ഈ ക്യാമറ മൊഡ്യൂളിൻ്റെ ആ ഒരു ഭാഗം നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു 42.5 ആണ് ഒരു മാക്സിമം ടെമ്പറേച്ചർ. അത് ഓക്കെ, അഡ്ജസ്റ്റബിൾ ആണ്. കാരണം ഇതേ ടെമ്പറേച്ചർ കാണിക്കുന്ന പല ഫോണുകളും നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അത് 42.5 ആണ്. ഒരു 49 ഡിഗ്രി വരെയൊക്കെ ചൂടാകുന്ന ഫോണുകൾ ഉണ്ട്. ഇവിടെ ഇടത് സൈഡിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ S23 അൾട്രയിൽ എടുത്ത ഫോട്ടോയാണ്. അതുപോലെ വലത് സൈഡിൽ കാണുന്ന ഫോട്ടോ S24 അൾട്രയിൽ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആ S23 അൾട്രയിൽ എടുത്ത ഫോട്ടോയുടെ ആ ഒരു സ്കൈ ഏരിയയും S24 അൾട്രയിൽ എടുത്ത ഫോട്ടോയുടെ സ്കൈ ഏരിയയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബ്ലൂയിഷ് സ്കൈ കാണുന്നത് S23 അൾട്രയിലാണ്. S23 അൾട്രയിൽ കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് ആണ് അതിനകത്ത് ലഭിക്കുന്ന ഫോട്ടോസ് എന്ന് പറയേണ്ടി വരും. എന്നാൽ S24 അൾട്ര കുറച്ചും കൂടി ഒരു നാച്ചുറൽ
നാച്ചുറൽ ലുക്ക് നൽകുന്ന ഫോട്ടോസാണ്. പക്ഷേ കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് ഇത്തവണ S24 അൾട്രയിലെ ഫോട്ടോസ് എന്ന് പറയേണ്ടി വരും. ഒരു HDR എഫക്റ്റ് നല്ല രീതിയിൽ നമുക്ക് S24 അൾട്രയിലെ ഫോട്ടോകൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന സെൽഫി ഫോട്ടോയിലായാലും ആ ഒരു സ്കിന്നിന്റെ ഒക്കെ ഒരു ബ്രൈറ്റ്നസ് കൂടുതൽ നമുക്ക് S24 അൾട്രയിലാണ് കിട്ടുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സാച്ചുറേഷൻ, ആ സ്കൈ ഏരിയയിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു സാച്ചുറേഷൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് S23 അൾട്രയ്ക്കാണുള്ളത്. അപ്പോൾ S24 അൾട്ര കുറച്ചുകൂടെ ഒരു നോർമൽ ലൈഫ് ലൈക്ക് ഫോട്ടോസ് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈ രണ്ട് ഫോണുകളും ഉപയോഗിച്ചുകൊണ്ട് എടുത്ത വൈഡ് ആംഗിൾ എടുത്ത ഫോട്ടോയാണ്. ഫോട്ടോയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്കൈ ഏരിയ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കൃത്യമായിട്ട് ആ ഒരു ഡൈനാമിക് റേഞ്ച് കാട്ടുന്നതിൽ S24 അൾട്രയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് ഫോട്ടോസിൽ S24 അൾട്രയിൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഫോട്ടോ എന്ന് പറയുന്നത് 1x സൂമിൽ എടുത്ത ഫോട്ടോയാണ്. ഇവിടെയും ആ സ്കൈയുടെ കാര്യം നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു ഡൈനാമിക് എഫക്റ്റ് കുറച്ചുകൂടി ബെറ്റർ S24 അൾട്രയാണ്. അതുപോലെ ആ ഒരു ഓട്ടോയുടെ കളറിലേക്ക് സൂക്ഷിച്ച് നോക്കിയാലും അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വിസിബിൾ ആവുന്നത് S24 അൾട്രയിലാണെന്ന് കാണുന്നുണ്ട്. ഇത് 3x സൂമിൽ എടുത്ത ഫോട്ടോയാണ്. ഇവിടെയും ആ ഓരോ ലീഫുകളും നമ്മൾ കുറച്ച് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകുന്നത് S24 അൾട്രയിലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇത് 10x സൂമിൽ എടുത്ത ഫോട്ടോയാണ്. ഇവിടെയും ആ ഒരു ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയി ഫീൽ ചെയ്യുന്നത് S24 അൾട്രയിലാണ്. വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏകദേശം രണ്ട് ഫോണുകളും ഒരേ റിസൾട്ട് തന്നെയാണ് നൽകുന്നത്. കാര്യമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് വീഡിയോയിൽ രണ്ട് ഫോണിൽ നിന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് വീഡിയോയിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് S23 അൾട്രയാണെന്ന് എടുത്തു പറഞ്ഞോളട്ടെ. അത് വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസേ ഈ രണ്ട് ഫോണുകളും വീഡിയോ വിഭാഗത്തിൽ നൽകുന്നുള്ളൂ. ഇനി ഇത് നമ്മൾ പ്രാക്ടിക്കലി നോക്കിയ കാര്യങ്ങളാണെങ്കിൽ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയിൽ വന്ന ചെറിയൊരു അപ്ഗ്രേഡ് മാത്രമേ S24 അൾട്രയിൽ വരുത്തിയിട്ടുള്ളൂ. അതായത് ടെലിഫോട്ടോ സെൻസർ 10 മെഗാ പിക്സലിൻ്റെതായിരുന്നു S23 അൾട്രയിലെങ്കിൽ S24 അൾട്രയിൽ അത് 50 മെഗാ പിക്സലിന്റെ കുറച്ചുകൂടെ ഹയർ റെസൊല്യൂഷൻ ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറ ആപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ S23 അൾട്രയിലേക്ക് വരുമ്പോൾ വൈഡ് 1x 3x 10 ആയിരുന്നുവെങ്കിൽ S24 അൾട്രയിൽ വൈഡ് 1x 3x 5x എന്ന് പറയുന്ന ഒരു അഡീഷൻ കൂടി വന്ന് 10x ആയിട്ട് മാറുന്നു. അപ്പോൾ S24 അൾട്രയിലും S23 അൾട്രയിലേതുപോലെ തന്നെ മാക്സിമം 100x സൂം ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. പിന്നെ ക്യാമറയിലേക്ക് വന്ന മറ്റൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് വീഡിയോ വിഭാഗത്തിൽ S24 അൾട്രയിൽ ഇപ്പോൾ മാക്സിമം 4K റെസൊല്യൂഷനിൽ 60 FPS കാണിക്കുന്നുള്ളെങ്കിലും പ്രോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷനിൽ 120 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 4K 120 FPS അങ്ങനെ സാധാരണ അങ്ങനെ സ്മാർട്ട് ഫോണുകളിലൊന്നും നമ്മൾ കാണാറുള്ളതല്ല. അപ്പോൾ ഈ 4K 120 FPS കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അത്തരത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗിൽ നമുക്ക് സ്ലോ മോഷൻ ഒക്കെ പിന്നീട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന 4K 120 FPS നല്ല ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ നമുക്ക് സ്ലോ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് ഫോണുകളിലും ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് സെയിം ആണെന്ന് കാണാൻ സാധിക്കും. 5000 mAh 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ്. രണ്ട് ഫോണിന്റെ ബോക്സിനകത്തും ചാർജർ ഇല്ല. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു S24 അൾട്ര എന്തായാലും ബാറ്ററി ലൈഫിൽ കുറച്ചുകൂടി ബെറ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രോസസർ കുറച്ചുകൂടി പവർ എഫിഷ്യന്റ് പ്രോസറാണ്. അപ്പോൾ ബാറ്ററിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിച്ച് നോക്കേണ്ടതുണ്ട്. ഹാർഡ്വെയറിൽ ഇത്രയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെയാണ് S24 അൾട്രയിലേക്ക് അപ്ഗ്രേഡ് എന്ന നിലയിൽ വന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ സൈഡിലും ഈ പറയുന്ന കുറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ആണ് ഇത്തവണ സാംസങ് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ അതിനകത്ത് എനിക്ക് കുറച്ചൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് പലതും നമ്മൾ പിക്സൽ 8 Pro സീരീസ് ഫോണുകളിൽ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തതാണ്, നമ്മൾ തന്നെ വീഡിയോ ചെയ്തതാണ്. പക്ഷെ അന്ന് എല്ലാവർക്കും പിക്സലിൽ വന്നപ്പോൾ അതാരും അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ സാംസങ്ങിൽ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ശ്രദ്ധ കൊടുത്തു. ഇനി ഐഫോണിൽ അടുത്ത 16 സീരീസിൽ ഇതുപോലെ AI ഫീച്ചർ വന്നാൽ ഇതിൽ നിന്നും ശ്രദ്ധ AI ഫീച്ചർ നേടുമെന്നതും സത്യമാണ്. അപ്പോൾ ആ ഒരു പിക്സൽ 8 Pro സീരീസിൽ ഇത്തരം AI ഫീച്ചറുകൾ ഈ സാംസങ്ങിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്ട് 75% AI ഫീച്ചേഴ്സും അതിൽ കണ്ടതുകൊണ്ട് തന്നെ സാംസങ്ങിൽ വന്നപ്പോൾ ഒരു വോ ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അത്തരത്തിൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന AI ഫീച്ചറുകൾ എന്ന് പറയുന്നത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ കാണുകയാണെങ്കിൽ അതിനകത്ത് ക്രിയേറ്റർ ധരിച്ചിരിക്കുന്ന ഒരു ബാഗോ ചെരുപ്പോ അത് ഏതെന്ന് കണ്ടെത്താൻ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടേണ്ട. നമ്മൾ ഹോം ബട്ടണിൽ ഇത്തരത്തിലൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ എസ് പെന്നോ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ മമ്മൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്ന ഷർട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് സർക്കിൾ ചെയ്ത് കാണിച്ചാൽ അത് ഏത് ഷർട്ടാണ്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഷർട്ട് എന്നല്ല അവർ ധരിച്ചിരിക്കുന്ന ബാഗോ എന്തായാലും ശരി,
ഇത്തരം ഫോട്ടോ സെർച്ചിന് ഇത്തരത്തിൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ സഹായിക്കും. ഇത് സാംസങ് S24 അൾട്രയിൽ ആദ്യമേ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫീച്ചർ ലഭിക്കാൻ വേണ്ടി സാംസങ് S24 അൾട്ര വാങ്ങേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ജനുവരി 31 മുതൽ ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലേക്കും ഈ ഒരു ഫീച്ചർ വരുന്നുവെന്ന് ഈ ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിക്സൽ 8, 8 Pro തുടങ്ങിയ ഫോണുകളിലൊക്കെ അടുത്തൊരു അപ്ഡേറ്റ് വഴി ജനുവരി 31 ഈ ഒരു ഫീച്ചർ ലഭിക്കുമെന്ന് ചുരുക്കം. അപ്പോൾ ഇത് സാംസങ്ങിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ അല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പിന്നീട് സാംസങ് ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു AI ഫീച്ചർ എന്ന് പറയുന്നത് റിയൽ ടൈം ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് നമ്മൾ ഒരാളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേ തലത്തിലുള്ള നമ്മളുടെ ഭാഷ അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ പറയുന്നത് റിയൽ ടൈമിൽ ആ ലൈവ് ആയിട്ട് അപ്പോൾ തന്നെ അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കും സൗണ്ടായിട്ട്. ഓർക്കുക, ഇതിനകത്ത് ഏകദേശം 13 ഭാഷകൾ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമ്മൾ മലയാളികൾക്ക് അവിടെയും ആ ഒരു ഫീച്ചർ കൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന സംവിധാനം നമ്മളുടെ സാധാരണ ഒരു 10,000 രൂപ വിലയുള്ള ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ പോലും നമുക്ക് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഏത് ഭാഷയിലേക്കും ഇത്തരത്തിൽ ലൈവായിട്ട് ഫോൺ കോളിലല്ല അല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ആൾറെഡി ഉണ്ട് എന്ന് എന്നെ പോലെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് സാംസങ് ഏറ്റവും വലിയ കാര്യങ്ങളായി ഉയർത്തിക്കാട്ടിയതെന്ന് പറയട്ടെ. അതിനകത്ത് വേറൊരു ഉളുക്ക് കൂടിയുണ്ട്. 2025 വരെ മാത്രമേ ഇത്തരത്തിൽ S24 അൾട്രയിൽ വരുന്ന ഇത്തരം AI ഫീച്ചറുകൾ സൗജന്യമായിരിക്കുകയുള്ളൂ എന്ന് സാംസങ് അറിയിച്ചിട്ടുമുണ്ട്. അതുപോലെ സാംസങ് നോട്ട്സിനകത്ത് നമ്മൾ കൈകൊണ്ട് എഴുതുന്ന നോട്ടുകളെയൊക്കെ ഫോർമാറ്റ് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് നോട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സമ്മറൈസ് ചെയ്ത് പോയിന്റുകൾ മാറ്റാനും ഒക്കെയുള്ള ചില AI ഫീച്ചറുകൾ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ പിക്സൽ 8 സീരീസിൽ നമ്മൾ കണ്ടതുപോലെയുള്ള AI ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് ഈ ഒരു സാംസങ് S24 അൾട്രയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ഫോട്ടോയിൽ ഒരു ഒബ്ജക്റ്റിനെ മാറ്റി മറ്റൊരിടത്തേക്ക് പ്ലേസ് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യുക, ആ എടുത്തിരിക്കുന്ന ഫോട്ടോ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ ജനറേറ്റീവ് ഫീൽ കൊണ്ട് ബാക്കി ഭാഗങ്ങൾ ഫില്ലാക്കി തരിക. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ പല AI എനേബിൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സാധാ 10,000 താഴെയുള്ള ഫോണിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണിന്റെ വാൾപേപ്പർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. AI സഹായത്തോടുകൂടി ഒരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ പിക്സൽ 8 സീരീസിന്റെ ഫോൺ ചെയ്തപ്പോൾ അതിൽ കാണിച്ച ഒരു ഫീച്ചർ ആയിരുന്നു. S24 അൾട്രയിലേക്ക് വന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എടുത്ത വീഡിയോകൾ നമ്മൾ ഇത്തരത്തിൽ വീഡിയോയിലൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ അത് സ്ലോ മോഷൻ വീഡിയോ ആയിട്ട് നമ്മെ കാണിക്കും. നമ്മൾ എടുക്കുന്നത് നോർമൽ വീഡിയോ ആണെങ്കിലും പിന്നീട് അതിനെ സ്ലോ മോഷൻ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സ്ലോ മോഷനിലേക്ക് മാറ്റുമ്പോൾ ഇടയ്ക്ക് ഫ്രെയിമുകൾ മിസ്സാകാതെ AI ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ സ്ലോ മോഷൻ വീഡിയോകൾ തയ്യാറാക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ചാറ്റ് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ചാറ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുമായി സംസാരിക്കാതെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങേ തലയ്ക്കൽ നമ്മളുടെ ഭാഷയുള്ള ആളല്ലെങ്കിൽ അവരുടെ ഭാഷയിലേക്ക് നമ്മുടെ ഭാഷയെ ടൈപ്പിങ്ങിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ചാറ്റ് അസിസ്റ്റ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് സമാനമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ രതീഷ് ശർമ്മ എന്നൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരം ഫീച്ചറുകളാണ് AI ഫീച്ചർ എന്ന നിലയിൽ ഇത്തവണ സാംസങ് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നത് ഈ ഒരു ഫോണിനകത്ത്. അത് ഈ 2025 വരെ മാത്രമേ അത് ഫ്രീ ആയിരിക്കൂ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിന് 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട്, 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. അതായത് നിലവിൽ ആൻഡ്രോയിഡ് 14 ആണ്, ആൻഡ്രോയിഡ് 21 വരെയുള്ള അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതും ഞെട്ടിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ പിക്സൽ 8 സീരീസിലെ ഫോണിൽ നേരത്തെ കേട്ടതാണ്. ഗൂഗിൾ ആയിരുന്നു അത്തരത്തിൽ ആദ്യം ഈ ഒരു 7 ഇയേഴ്സ് അപ്ഡേറ്റ് എന്ന ആ ഒരു കൺസെപ്റ്റുമായിട്ട് കൊണ്ടുവന്നത്. സാധാരണ ഫോണുകൾ മാക്സിമം 4 വർഷത്തേക്ക് അപ്ഡേറ്റ് കൊടുക്കുന്നു. ഐഫോൺ ആണെങ്കിൽ 5 വർഷം, അതിൽ വില കുറഞ്ഞ ഫോണുകൾ 2 വർഷം ഒക്കെ അപ്ഡേറ്റ് കിട്ടുന്നത്. പക്ഷേ 7 ഇയേഴ്സ് എന്ന ആ ഒരു അപ്ഡേറ്റ് അത്രയും കാലം നമ്മെ ഞെട്ടിച്ചത് സത്യത്തിൽ ആദ്യം ഗൂഗിൾ പിക്സൽ ആയിരുന്നു. അത് ഇപ്പോൾ സാംസങ് എന്ന ഫോണിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ എനിക്കിപ്പോഴും പേഴ്സണലി ഇഷ്ടം S23 അൾട്രയാണ്. മറ്റൊന്നുമല്ല, ഈ ഒരു ബാക്ക് കർവ്, ഡിസ്പ്ലേ കർവ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോൺ കുറച്ചുകൂടി ഒരു മനസ്സും കിട്ടുന്നുണ്ട് ആ ഒരു ഡിസ്പ്ലേ കർവൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇതൊരു ബോക്സി ഡിസൈനായിട്ട് ഒരു ജോമെട്രി പോലെ ആയി. നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കാനും ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് കുറച്ചുകൂടി കർവി ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ, നമ്മുടെ ആ തമ്പൊക്കെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ പല ഭാഗങ്ങളിലേക്ക് ഓടി നടക്കാൻ ഒരുവിധം ഓക്കെയാണ്. പക്ഷേ ഇത് ആ ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചോളെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സീരീസിൽ S24 അൾട്ര. അപ്പോൾ എനിക്കിപ്പോഴും പേഴ്സണലി ഇതിന്റെ പ്രൈസ് പോയിന്റ് കൂടെ വെച്ച് നോക്കുമ്പോൾ S23 അൾട്രയോടാണ് ഇഷ്ടം. കാരണം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത് 1,25,000 രൂപയ്ക്കാണ്. എന്നാൽ S24 അൾട്ര 5,000 രൂപയുടെ കൂട്ടിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, 1,30,000 രൂപയ്ക്ക്. അപ്പോൾ നിലവിൽ 1,30,000 S24 അൾട്രയുടെ വില. പക്ഷേ S23 അൾട്രയുടെ നിലവിലെ വില എന്ന് പറയുന്നത് എനിക്കൊന്ന് 1,00,000 താഴെ രൂപയ്ക്ക് ഇപ്പോൾ S24 അൾട്ര വാങ്ങാൻ സാധിക്കും. ഓഫറൊക്കെ വരുമ്പോൾ ഇനിയും വില കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത്
സമയത്ത് ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഫോൺ വാങ്ങുമ്പോൾ S23 അൾട്ര വാങ്ങണം, S24 അൾട്ര വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും S24 അൾട്രയുടെ പ്രൈസിങ്ങിൽ ഇത് തന്നെയാണ്. സൂഷൻ ഡബിൾ സൂഷൻ. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും വാല്യൂ ഫോർ മണി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. S23 അൾട്രയുടെ നിലവിലെ വിലയും S24 അൾട്രയുടെ നിലവിലെ വിലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തന്നെയായാലും S23 അൾട്ര തന്നെയാണ് വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.